നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനം ചിറ്റാരിപ്പറമ്പിന്റെ ത്തിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെട്ട ദുരിതത്തിന്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങ് എന്ന രീതിയിൽ ചെറിയൊരു സെമിനാറിലേക്ക് മാത്രം നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ കർഷക ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ കർഷക ദിനം ആചരിക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഘോഷയാത്രകളും മറ്റു അനുബന്ധ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടാണ് കർഷക ദിനം ഇന്ന്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സൈൽരാജ് മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം റോജ, വാർഡംഗം കെ.വി. ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന കാർഷിക സെമിനാറിൽ തെങ്ങിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാലന മുറകളെക്കുറിച്ച് പാലയാട് കോക്കനട്ട് നഴ്സറിയിലെ ADA KT രമ ക്ലാസ് കൈകാര്യം ചെയ്തു. അവിടെ കിടക്കുന്നത് വേറൊരു സാമൂഹികമായ ഒരു കാര്യമാണ്. പക്ഷെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പോൾ തെങ്ങിന്റെ കാര്യം ഇപ്പം പഴയ പോലെ തെങ്ങിൻ തോപ്പൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് ഭാരിച്ച ചെലവ്, തേങ്ങയ്ക്ക് വിലയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയും, കൂലിച്ചെലവ്, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോഴത്തെ പുതുതലമുറ എടുത്താൽ ഇവൻ ഇപ്പൊ എന്നെ പോലെയുള്ളൊരു ഞാനൊരു ഉദ്യോഗസ്ഥ കൂടെയാണ്, അങ്ങനെ ഒരാളെ എടുത്താലും എന്റെ ഇപ്പൊ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത്യാവശ്യം അരയ്ക്കാൻ തേങ്ങ ഇട്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ. ചടങ്ങിന് കൃഷി ഓഫീസർ A. സൗമ്യ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് VK ലിജമോൾ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.